പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഇന്ന് രാവിലെ തുടങ്ങിയ റെയ്ഡ് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPM നേതൃത്വത്തിന്റെ നിലപാട്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ജില്ലയിലെ 8 ഇടങ്ങളിലായി ED റെയ്ഡ് ആരംഭിച്ചത്. 7 ഇടങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ പരിശോധന പൂർത്തിയായപ്പോൾ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെ ഫ്ളാറ്റിൽ നടന്ന റെയ്ഡ് അവസാനിച്ചത് വൈകിട്ട് 7 മണിയോടെയാണ്. നിഖിലിന്റെ ഫറൂഖ് കരുവൻതുരത്തിയിലെ വീട്ടിലും പരിശോധന നടന്നിരുന്നു. സോളസ് പരസ്യ കമ്പനി ഉടമ കൂടിയാണ് P. നിഖിൽ. DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിന്റെ കുണ്ടുപറമ്പിലെ വീട്, KCK ഡെന്റൽ ആൻഡ് സർജിക്കൽ സ്ഥാപന ഉടമ ഷൈജലിന്റെ പൊറ്റമലിലെ അപ്പാർട്ട്മെന്റ്, ഡെന്റൽ സ്ഥാപനം എന്നിവിടങ്ങളിലും ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, കാരപ്പറമ്പ് സ്വദേശി ഫബീഷ് മുഹമ്മദിന്റെ വീട്, മുഹമ്മദ് റിയാസിന്റെ സഹപാഠിയായിരുന്ന ഫൈജാസിന്റെ വീട് എന്നിവിടങ്ങളിലാണ് EDയുടെ പരിശോധന നടന്നത്. നിഖിലിന്റെ ഫ്ളാറ്റിൽ 4 കാറുകളിലാണ് ED സംഘം എത്തിയത്. അതേസമയം ED റെയ്ഡിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിഖിൽ തയ്യാറായിട്ടില്ല. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPIMന്റെ ആരോപണം. കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് അറിയിച്ചു. റെയ്ഡ് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആരോപിച്ചു. റെയ്ഡിനെതിരെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്.